KPESRB, അതായത് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. 29-ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. നവംബർ 30-ആണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ ഇലക്ട്രിക്കലിലേക്ക് കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നില്ലായിരുന്നു നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂ സോൺ. അപ്പൊ നമുക്കിപ്പോ നോക്കുവാണെങ്കിൽ ജസ്റ്റ് നമുക്ക് കൺട്രോൾ ഓഫ് അടിച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. ഓക്കെ, കുറച്ച് ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത്, സോറി, ഇത് മാനേജിംഗ് ഡയറക്ടറിന്റെ പോസ്റ്റാണ്. ഓക്കെ, മാനേജർ ഇലക്ട്രിക്കൽ, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്കാണ്. അപ്പോ അതിലിപ്പം കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 81/2024 കേട്ടോ. അപ്പോ ഓപ്പണിംഗ് ഡേറ്റ് 28/10/2024. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് 30/11/2024. അപ്പോ നെയിം ഓഫ് ദി PSC പറഞ്ഞേക്കുന്നത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി. അപ്പോ മാനേജർ ഇലക്ട്രിക്കൽ, ഒരു വേക്കൻസി ആണുള്ളത്, പെർമനന്റ് പോസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 29,109 തൊട്ട് 43,640 വരെയാണ്. അതേപോലെ കമ്പനി പ്രൊഫൈലും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ജോബ് റെസ്പോൺസിബിലിറ്റി, ജോബ് ഡിസ്ക്രിപ്ഷനും അതിന്റെ അതേപോലെ റെസ്പോൺസിബിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് BE/BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 60% മാർക്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് പറഞ്ഞേക്കുന്നത്. ഏജ് ലിമിറ്റ് ഉള്ളത് 45 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഓഫ് മിനിമം 12 ഇയേഴ്സ് പ്രിഫറബിളി ഇൻ എ മാനുഫാക്ചറിംഗ് കൺസേൺ രീതിയിൽ അവിടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ M.Tech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ MBA ഇൻ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് ഓർ ഓപ്പറേഷൻസ് വിത്ത് മിനിമം 60% മാർക്ക് ഫ്രോം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതായത് റെഗുലർ കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസൈറബിൾ ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. അതേപോലെ എക്സ്പീരിയൻസ് ഇൻ ട്രാൻസ്ഫോമേഴ്സ് റിലേറ്റഡ് ഇൻഡസ്ട്രീസിന്റെ റെപ്യൂട്ടഡ് ഫേം. ഓക്കെ, അതാണ് ഡിസൈറബിൾ ആയിട്ട് അവരോട് കൊടുത്തേക്കുന്നത്. അതുപോലെ സ്കിൽസ് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ അപ്ലിക്കേഷൻ ഫീ വന്നിട്ടുള്ളത് 600 രൂപയാണ്. അതുപോലെ SST കാൻഡിഡേറ്റ്സിന് 150 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് KPSRBയിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇത് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ആക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് വന്നിട്ടുള്ളത് 81/2024 കാറ്റഗറി നമ്പർ. പിന്നെ ഉള്ളത് ഓക്കെ 93/2024 അസിസ്റ്റന്റ് മാനേജർ. ഓക്കെ, അസിസ്റ്റന്റ് മാനേജർ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിലേക്കാണ് അസിസ്റ്റന്റ് മാനേജർ. ഇത് നിങ്ങൾക്ക് ഒരു വേക്കൻസി ആണുള്ളത്. പക്ഷെ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, PSUസിനൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ABCD എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലങ്ങനെ കാറ്റഗറി ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ചിലതിന് എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ കാറ്റഗറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാറ്റഗറി നമ്പർ 93/2024 പോസ്റ്റ് ടൈപ്പ് പെർമനന്റ് തന്നെയാണ്. പേ സ്കെയിൽ വന്നിരിക്കുന്നത് 18,740 തൊട്ടിട്ട് 33,650 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, കമ്പനി പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ എലിജിബിലിറ്റി പറഞ്ഞേക്കുന്നത് BE/BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഏജ് 30-നും 40-നും ഇടയിലായിരിക്കണം. സോറി, ഏജ് ബിറ്റ്വീൻ 30 to 40 ഇയേഴ്സ് വയസ്സ് ഓൺ ദി ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ. ഇതിന് എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ടോട്ടൽ 8 years experience in relevant field of engineering graduates and for diploma holders 12 years experience are there. ഡിസൈറബിൾസ് പറഞ്ഞേക്കുന്ന എക്സ്പീരിയൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് തന്നെ ആയിരിക്കണം. അപ്ലിക്കേഷൻ ഫീ 600 ആണ്. SST കാൻഡിഡേറ്റ്സിന് 150 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസിൽ കയറുക. അല്ലെങ്കിൽ കൃത്യമായിട്ട് അവരുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ കമ്പനിയുടെ പ്രൊഫൈൽ ഉണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്ന പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കലിന്റെ കേസിൽ ഇപ്പൊ ഇത്രയും മാത്രമാണ് കണ്ടേക്കുന്നത്. ഓക്കെ, വേറെ അങ്ങനെ ഇലക്ട്രിക്കലിന്റെ കേസിൽ അവരൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ജനറൽ മാനേജർ ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കലിന്റെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നോക്കാം. ജനറൽ മാനേജർ ടെക്നിക്കൽ ഇത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്കാണ്. അത് A കാറ്റഗറിയിൽ പെടുന്ന ഒരു PSU ആണ് കേട്ടോ. ഓക്കെ, A കാറ്റഗറിയിൽ പെടുന്ന ഒരു PSU ആണ്. പക്ഷെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. പ്രിഫറബിളി അവിടെ കെമിക്കൽ ഓർ മെക്കാനിക്കൽ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ ഓഫീസർ ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ, സോറി, BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെ അവിടെ എക്സ്പീരിയൻസ് ആയിട്ട്, സോറി, ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇലക്ട്രിക്കൽ ആർക്ക് എന്ത് അപ്ലൈ ആയിട്ട് പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണുള്ളത്. എനിക്ക് തോന്നുന്നു ഇനി കുറച്ചും കൂടി നോട്ടിഫിക്കേഷൻസ് ഇറങ്ങാനുണ്ട്. നമ്മുടെ സ്റ്റീൽ ഇന്ത്യ പ്രോജക്ട് ലിമിറ്റഡ്, അതേപോലെ KMML എല്ലൊക്കെ എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിലേക്കൊക്കെ എന്ത് നോട്ടിഫിക്കേഷൻ ഇറങ്ങാനുണ്ട്. അതേ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് എന്റെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.